ഉപതെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം കുറഞ്ഞത് എൽഡിഎഫ് യുഡിഎഫ് മുന്നണികളോടുള്ള ജനങ്ങളുടെ അതൃപ്തി മൂലമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. വഖഫ് വിഷയത്തിലെ പ്രതിഷേധം പോളിംഗ് കുറയാൻ കാരണമായി മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും വലിയ തിരിച്ചടി കിട്ടുമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. സിപിഎമ്മിന് ഇപ്പോൾ ചിഹ്നമില്ല, തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ചിഹ്ന ഭിന്നമാകുമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിന്റെയും ചേലക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെയും പോളിംഗ് ശതമാന കണക്കുകൾ കേരളത്തിലെ എൽഡിഎഫിനോടും യുഡിഎഫിനോടും സാധാരണ ജനങ്ങൾക്കുള്ള അപ്രീതി ശക്തമായി രേഖപ്പെടുത്തുന്നതാണ് എന്നുള്ളത് നിസ്സംശയം പറയാൻ സാധിക്കും. പ്രിയങ്ക ഗാന്ധിയുടെ കന്നി മത്സരം 5 ലക്ഷത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷം പ്രിയങ്ക ഗാന്ധി ദേശീയ തലത്തിൽ പ്രചാരണം ഏറ്റെടുക്കാൻ പോകുന്നു എന്നുള്ള സന്ദേശം, പ്രിയങ്കയുടെ വരവ് കേരള രാഷ്ട്രീയത്തിൽ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്നുള്ള പരിവേഷം, ഇതെല്ലാം അസ്ഥാനത്താവുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് വയനാട്ടിലെ പോളിംഗ് ശതമാനത്തിൻ്റെ കണക്കുകൾ. ഒരു വലിയ വിഭാഗം നിഷ്പക്ഷമതികളായ ജനങ്ങൾ, പ്രത്യേകിച്ചും എൽഡിഎഫിനോടും യുഡിഎഫിനോടും പ്രതിപത്തി പുലർത്തിയിരുന്ന ജനങ്ങൾ വയനാട്ടിൽ പോളിംഗിനോട് വിമുഖത കാണിച്ചു എന്നുള്ളത് ഒരു വസ്തുതയാണ്. വലിയ തോതിലുള്ള ന്യൂനപക്ഷ ഏകീകരണത്തിന് ശ്രമിച്ചിട്ടും വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പിൽ അത് ഫലം കണ്ടില്ല എന്നുള്ളതാണ് വസ്തുതകൾ കാണിക്കുന്നത്. പ്രത്യേകിച്ച് വഖഫ് ബോർഡിന്റെ അതിക്രമത്തിനെതിരെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ള നിലപാട് പോളിംഗ് ശതമാനത്തിൽ കുറവ് വന്നതിൽ ഒരു വലിയ കാരണമായിട്ടുണ്ട്. പരമ്പരാഗതമായി യുഡിഎഫിനെ പിന്തുണയ്ക്കുന്ന ക്രൈസ്തവ സമൂഹം ആവേശത്തോടെ പോളിംഗിന് എത്തിയില്ല എന്നുള്ളതാണ് വയനാട്ടിൽ പോളിംഗ് ശതമാനം കുറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. ആത്മകഥയിലെ പരാമർശങ്ങൾ ഇന്നലെ പുറത്തു വന്നത് വി.ഡി. സതീശന്റെ കൂടി ഉപദേശത്തിന്റെ ഭാഗമായിരിക്കുമെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി കേരളത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെ ആത്മകഥയിലെ വിശദാംശങ്ങൾ പുറത്തു വന്നതിന് സതീശന്റെ കൈ സംശയിക്കാവുന്നതാണ്. പക്ഷേ ആത്മകഥയിൽ പറയുന്ന പല കാര്യങ്ങളും നിഷേധിക്കാൻ, അതിൻ്റെ ഉള്ളടക്കം അകക്കാമ്പ് നിഷേധിക്കാൻ ഇപിക്ക് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം ചിഹ്നമില്ല, പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ചിഹ്ന ഭിന്നമാവും. പാർട്ടി തകർന്ന് തരിപ്പണമാവും. പാലക്കാട്ടല്ല, കേരളത്തിൽ മൊത്തത്തിൽ. ഞങ്ങൾ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഇത് അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ്, ഒരു അവാർഡ് കൊടുത്ത് വിടാം. അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ്. പ്രതിപക്ഷ നേതാവ് പറയുന്നത് ചെന്നിത്തലയ്ക്കും മുരളീധരനും മനസ്സിലാവുന്നില്ല ഒന്നും. അതാണ് എനിക്ക് പിടികിട്ടാത്തത്. പ്രതിപക്ഷത്തിനെതിരെ തന്നെ വലിയ പ്രതിപക്ഷം ഉണ്ടായിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ ഉള്ളൊരു പ്രധാന കാര്യം.